പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. പ്രബോധനം ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു. Whoever loves discipline loves knowledge. Whoever loves discipline loves knowledge. ഡിസിപ്ലിൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. അച്ചടക്കത്തെ സ്നേഹിക്കുന്നവൻ, ചിട്ടയുള്ള ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ആ വ്യക്തിയാണ് പരിജ്ഞാനിയായി തീരുന്നത്. അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചിട്ടയുള്ള ഒരു ജീവിതം. പൗലോസിന്റെ അനുഭവം ശ്രദ്ധിക്കുക. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ചിട്ടയുള്ളതാക്കി ഞാൻ തീർക്കുന്നു. ഇവിടെ ശരീരത്തെ അച്ചടക്കമുള്ളതാക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയജയം ആവശ്യമാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ ആത്മാവിൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്നു, സബ്ജക്ഷനിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മാവാണ്, എൻ്റെ വ്യക്തിത്വത്തിൽ എൻ്റെ ആത്മാവാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിനാൽ ശരീരത്തെ ഞാനൊരു ഉപകരണമായി ഉപയോഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. ആ ഡിസിപ്ലിൻ ചെയ്തതുകൊണ്ടാണ് പൗലോസിന് ശ്രേഷ്ഠമാകുന്ന നിലകളിൽ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞത്.